ടാലന്റ് ഓൺലൈൻ കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ 20-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാ PSC എക്സാമുകളിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള SCERT പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ഈസിയായി പഠിച്ചു തീർക്കുവാൻ വേണ്ടി ടാലന്റിന്റെ SCERT അറിവിടം ബുക്കുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ സോഷ്യൽ സയൻസും അതേപോലെ സയൻസുമായിട്ടാണ് ഈ ബുക്കുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. രണ്ട് ബുക്കുകളുടെയും ഫസ്റ്റും സെക്കൻഡും പാർട്ടുകളായിട്ടാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക, നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഈ പാർട്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു ബുക്ക് ഈസി ആയിട്ട് സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഉടൻ തന്നെ വരുന്ന ബെബ്കോ LDC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പഠിക്കുവാനായിട്ട് നിങ്ങൾ ഉടൻ തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. നമ്മൾ ആദ്യം നോക്കുന്ന പോയിന്റ് ഇതാണ്. പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ബോർഡിന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, മല്ലിക ശ്രീനിവാസനാണ്. നമുക്കറിയാവുന്ന പോയിന്റ് ആണ്. എന്തിന്റെ ചെയർപേഴ്സൺ ആണ്? പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ബോർഡിന്റെ ആണ്. അപ്പോൾ മല്ലിക ശ്രീനിവാസന്റെ ഈ ഒരു പൊസിഷന്റെ കാലാവധി നീട്ടിയിരിക്കുകയാണ്. 2026 നവംബർ വരെയാണ് കാലാവധി നീട്ടിയിരിക്കുന്നത്. അതായത് ഒരു വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഏത് പൊസിഷനാണ് വഹിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ബോർഡിന്റെ ആണ്. നിലവിലെ ചെയർപേഴ്സൺ ആണ്. ആരാണ്? മല്ലിക ശ്രീനിവാസൻ. അപ്പോൾ മല്ലിക ശ്രീനിവാസന്റെ ഈ ഒരു പൊസിഷനിലെ കാലാവധി 2026 നവംബർ വരെ നീട്ടിയിരിക്കുകയാണ്. അടുത്തതൊരു പുരസ്കാരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2025 നവംബറിൽ ഫ്രഞ്ച് സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, രവി DC ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. ആരാണ്? രവി DC ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. അദ്ദേഹം ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. DC ബുക്സിന്റെ CEO ആണ് അദ്ദേഹം. ആരാണ്? DC ബുക്സിന്റെ എന്താണ് CEO ആണ്. ആരാണ്? രവി DC എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാമല്ലേ, വളരെ പ്രശസ്തമായിട്ടുള്ള സാഹിത്യ രചനകളൊക്കെ എന്താണ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പബ്ലിഷറാണ് എന്താണ് DC ബുക്സ് എന്നുള്ളത്. അപ്പോൾ അതിന്റെ CEO ആയിട്ടുള്ള രവി DCക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഏത് രാജ്യത്തിന്റെ പുരസ്കാരമാണെന്ന് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഫ്രഞ്ച് സിവിലിയൻ ഒരു ബഹുമതിയാണ്, പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. എന്താണ് ആ പുരസ്കാരത്തിന്റെ പേര്? നൈറ്റ് ഓഫ് ദി ഓർഡർ ഓഫ് ദി ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്നുള്ള പുരസ്കാരമാണ്. പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക, രവി DC ആണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. വന്യജീവി ആക്രമണം, കൃഷിനാശത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ്? വന്യജീവി ആക്രമണം മൂലം ഉണ്ടാകുന്ന കൃഷിനാശത്തിന് എന്താണ് ഇനി മുതൽ ഇൻഷുറൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി മുതൽ എന്താണ്, വന്യജീവി ആക്രമണങ്ങൾ കൊണ്ട് കൃഷിനാശം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ വിളകൾ നശിക്കുകയാണെങ്കിൽ അതിനെന്താണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു കൃഷിനാശം, അതായത് വന്യജീവി ശല്യം മുഖേന ഉണ്ടാകുന്ന ഈ ഒരു കൃഷിനാശം പ്രാദേശിക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എന്താ ധനസഹായം ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് നൽകാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് ലഭിക്കുന്നത് ഒരു പദ്ധതിയിലൂടെയാണ്. ആ പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പദ്ധതി ഓർത്തു വെക്കുക. എന്താണ്? പ്രധാൻമന്ത്രി ഫസൽ ഭീമാ യോജന എന്നുള്ള പദ്ധതിയിലൂടെ ആയിരിക്കും ഇതിനുള്ള ഇൻഷുറൻസ് ലഭിക്കുന്നത്. അപ്പോൾ പദ്ധതിയുടെ പേരെന്താണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന എന്നുള്ള പദ്ധതിയിലൂടെയാണ് ഇതിനുള്ള ഇൻഷുറൻസ് ലഭിക്കുന്നത്. ഇനി ഒരു വന്യജീവി ആക്രമണം മൂലമുള്ള കൃഷിനാശം എന്താണ് പ്രാദേശിക ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രാദേശിക ദുരന്തങ്ങളുടെ കാറ്റഗറിയിൽ 5ാമത്തെ വിഭാഗമായിട്ടാണ് ഈ ഒരു വന്യജീവി ആക്രമണം മൂലമുള്ള കൃഷിനാശം ഉൾപ്പെടുന്നത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് അല്ലെങ്കിൽ ധനസഹായം ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയാണ്. ഇനി ഇത് നടപ്പിലാവുന്നത് അടുത്ത വർഷമാണ്. എപ്പോഴാണ്? അടുത്ത വർഷം മുതലാണ്. അതായത് 2026 ഖാരിഫ് സീസൺ മുതൽ ഈ ഒരു ഇൻഷുറൻസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നടപ്പിലാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, എന്താണ് ഇനി മുതൽ വന്യജീവി ആക്രമണം മൂലമുള്ള കൃഷിനാശമൊക്കെ അത് പ്രാദേശിക ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് ഇൻഷുറൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാമല്ലോ, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നിരവധി വന്യജീവികൾ ആക്രമണവും അതേപോലെ കൃഷിനാശവും അതുമൂലമുള്ള കൃഷിനാശവും ഒക്കെ നടക്കുന്ന ഒരു സംസ്ഥാനങ്ങളാണ്. അതേപോലെയുള്ള നിരവധി സംസ്ഥാനങ്ങൾക്ക് ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു മാറ്റം വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതിലൂടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ഒരു ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണെന്ന് ഓർത്തു വെക്കുക. പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന എന്നുള്ള പദ്ധതിയിലൂടെയാണ് ലഭ്യമാവുന്നത്.
ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. സൈബർ തട്ടിപ്പ് കോളുകളിൽ 100% പ്രതികരണ നിരക്ക് കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന പോലീസ് സേന ഏതെന്നാണ്. അപ്പോൾ ഓർത്തുവെക്കാം, ഗോവ പോലീസ് സേനക്കാണ് ഇങ്ങനെയൊരു അംഗീകാരം ലഭിക്കുന്നത്. എന്താണെന്ന് ഓർത്തുവെക്കുക. എന്താ സൈബർ തട്ടിപ്പ് കോളുകളിൽ എന്താണ് 100% തന്നെ പ്രതികരണ നിരക്ക് കൈവരിച്ചിരിക്കുകയാണ്. അതായത് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോളുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മിസ് കോളോ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, അതിലൊക്കെ 100% പ്രതികരണം, അതിനൊരു റിയാക്ഷൻ കാണിച്ചുകൊണ്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടാണ് ഗോവ പോലീസ് സേന ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലെ ഒരു പ്രതികരണം 100% നിരക്ക് കൈവരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് ഗോവ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഗോവ പോലീസ് സേനയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇനി ഒരു മാർബിളുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. മാർബിളിന്റെ പേര് ഇതാണ്, അംബാജി മാർബിൾ. എന്താണ് അംബാജി മാർബിൾ എന്നുള്ള ഒരു മാർബിൾ ആണ്. എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അടുത്തിടെ അതായത് 2025 നവംബർ GI ടാഗ് ഈ ഒരു ഉൽപ്പന്നത്തിന് അല്ലെങ്കിൽ ഈ ഒരു മാർബിളിന് ലഭിച്ചിരിക്കുകയാണ്. ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഉൽപ്പന്നമാണ് ഇത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നമാണ് അംബാജി മാർബിൾ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഗുജറാത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രവും അതേപോലെ ശക്തിപീഠവുമായ അംബാജി എന്നുള്ള പ്രദേശത്ത് നിന്നുള്ള മാർബിളാണിത്. അതാണ് അംബാജി മാർബിൾ. അതിന് എന്താണ് GI ടാഗ് ലഭിച്ചിരിക്കുകയാണ്. 2025 നവംബറിലാണ് ഈ ഒരു GI ടാഗ് ലഭിച്ചത്. ഇനി PSCയുടെ ചോദ്യം ഇങ്ങനെയാകാം, അടുത്തിടെ GI ടാഗ് ലഭിച്ച അംബാജി മാർബിൾ ഏത് സംസ്ഥാനത്തു നിന്നുള്ള ഉൽപ്പന്നമാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ എഴുതണം. ഗുജറാത്തിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നമാണ് അംബാജി മാർബിൾ, അടുത്തിടെ GI ടാഗ് ലഭിച്ച ഈ ഒരു മാർബിൾ. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. UN സുരക്ഷാ സമിതി ഗാസയിൽ രാജ്യാന്തര സേനയെ നിയോഗിക്കാനുള്ള UN പ്രമേയത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഏത് സംഘടനയാണ് അംഗീകാരം നൽകിയെന്ന് ഓർത്തു വെക്കുക, UN രക്ഷാ സമിതിയാണ്. അപ്പോൾ നമുക്കറിയാമല്ലേ, അടുത്തിടെയായിട്ട് നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു ന്യൂസ് ആണ്. എന്താണ്, ഗാസയിൽ സമാധാനത്തിനുള്ള പദ്ധതികളുമായിട്ട് യുഎസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്ന കാര്യം. അപ്പോൾ ഇതിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്താണ് ഗാസയിൽ രാജ്യാന്തര സേനയെ നിയോഗിക്കാനുള്ള US ഒരു പ്രമേയം അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു പ്രമേയത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. എതിരില്ലാതെ 13 അംഗങ്ങളുടെ വോട്ടിനാണ് എന്താണ് ഈ ഒരു കരട് പ്രമേയം പാസ്സായിരിക്കുന്നത്. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, റഷ്യയും ചൈനയും എന്താണ് ഈ ഒരു വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ എതിരില്ലാതെ 13 വോട്ടുകൾക്കാണ് ഈ ഒരു കരട് പ്രമേയം പാസ്സായത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പിന്മാറി നിന്ന അല്ലെങ്കിൽ വിട്ടുനിന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യയും അതേപോലെ ചൈനയുമാണ്. അപ്പോൾ ഈ ഒരു ഗാസയിൽ രാജ്യാന്തര സേനയെ നിയോഗിക്കാനുള്ള പ്രമേയം എന്താണ് US ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇതിന് അംഗീകാരം നൽകിയ സംഘടന ഏതാണ്? അത് UN രക്ഷാ സമിതിയാണ്. ഇനി ഒരു കരാറാണ് നമ്മൾ നോക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ട കരാറാണെന്ന് നോക്കാം. അടുത്തിടെ 100 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഫ്രാൻസുമായി കരാർ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ഉക്രൈനാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഏത് രാജ്യവുമായിട്ടാണ്? ഫ്രാൻസുമായിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്തു വെക്കുക, 100 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ഒരു കരാറിലാണ് രണ്ട് രാജ്യങ്ങളും ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിൽ നിന്നും ഉക്രൈൻ ഈ ഒരു യുദ്ധവിമാനങ്ങൾ വാങ്ങുകയാണ്. അപ്പോൾ ഫ്രാൻസും അതേപോലെ ഉക്രൈനുമാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോണും അതേപോലെ ഉക്രൈന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കിയും ചേർന്നിട്ടാണ് കരാറിൽ ഒപ്പുവെച്ചത്. 2035 വരെയാണ് ഈ ഒരു കരാർ നിൽക്കുന്നത്. 2035 വരെ ആയിരിക്കും ഈ ഒരു കരാർ നിലനിൽക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള കരാറാണ്? നമ്മൾ പറഞ്ഞു, 100 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ഒരു കരാറാണ്. കരാറിൽ സൈൻ ചെയ്തിരിക്കുന്നത് ഫ്രാൻസും അതേപോലെ ഉക്രൈനുമാണ്. ഇനി ഒരു അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട പോയിന്റ് നമുക്ക് നോക്കാം. അഗ്നിപർവ്വതത്തിന്റെ പേര് ഇതാണ്, സകുറാജിമ. എന്താണ്? സകുറാജിമ അഗ്നിപർവ്വതമാണ്. ഏത് രാജ്യത്താണ് ഈ ഒരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് ഓർത്തു വെക്കാം, ജപ്പാനിലാണ്. എവിടെയാണ്? ജപ്പാനിലാണ് ഈ ഒരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അടുത്തിടെ വളരെ ശക്തമായിട്ട് പൊട്ടിത്തെറിയൊക്കെ സംഭവിച്ച ഒരു അഗ്നിപർവ്വതമാണ് എന്താണ്? സകുറാജിമ എന്നുള്ള ഈ ഒരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക, ജപ്പാനാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു യാത്രാ ദൗത്യത്തിനായിട്ട് ഹ്യൂമൻ റേറ്റഡ് L110 വികാസ് എഞ്ചിൻ ISROയ്ക്ക് നൽകിയത് ആരെന്നാണ്? ഏത് സ്പേസ് കമ്പനിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക, ഗോദ്രേജ് ആണ്. എന്താണ്? ഗോദ്രേജ് എയറോസ്പേസ് ആണ് ഈ ഒരു എഞ്ചിൻ നൽകിയിരിക്കുന്നത്. ഏത് ദൗത്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ഓർത്തു വെക്കുക, ഗഗൻയാൻ ദൗത്യമാണ്. ആ ദൗത്യം എന്താണെന്ന് നമുക്കറിയാമല്ലേ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ തയ്യാറാക്കുന്ന ഒരു ദൗത്യമാണ്. അപ്പോൾ ഈ ഒരു
ഒരു ദൗത്യത്തിൽ എന്താണ് ഹ്യൂമൻ റേറ്റഡ് L110 വികാസ് എഞ്ചിൻ എന്നുള്ള ഒരു എഞ്ചിനാണ് നൽകുന്നത്. ISROയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഏത് കമ്പനിയാണെന്ന് ഓർത്ത് വെക്കുക, ഗോദ്രേജ് എയറോസ്പേസ് ആണ് ഈ ഒരു എഞ്ചിൻ നൽകിയിരിക്കുന്നത്. ഇനി എപ്പോഴാണ് ഗഗൻയാൻ വിക്ഷേപിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കുറേ വട്ടം ഡിസ്കസ് ചെയ്തതാണ്. 2028 കൂടിയിട്ടാണ് എന്താണ് ഗഗൻയാൻ ദൗത്യം വിക്ഷേപിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വിക്ഷേപണത്തിനായിട്ട് ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് ഈ എഞ്ചിൻ നൽകിയിരിക്കുന്നത് ഏത് കമ്പനിയാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക, ഗോദ്രേജ് എയറോസ്പേസ് ആണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, INS മാഹിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഉൾപ്പെട്ട ആയുധം ഏതെന്നാണ്. അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാം, ഉറുമി എന്നുള്ള ആയുധമാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാമല്ലേ, കേരളത്തിന്റെ ഒരു തനിമ എടുത്തു കാണിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു സംസ്കാരം എടുത്തു കാണിക്കുന്ന ഒരു ആയുധമാണ് ഉറുമി. ഇതെന്താണ് നമ്മുടെ ഇന്ത്യൻ സേനയിലെ ഒരു യുദ്ധക്കപ്പലിന് അതിന്റെ ചിഹ്നത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു നമ്മുടെ ഉറുമി എന്നുള്ള ഈ ഒരു ആയുധം. അപ്പോൾ ഈ ഒരു ചിഹ്നത്തിൽ ഉൾപ്പെട്ട ആയുധം ഏതാണെന്ന് ഓർത്തു വെക്കുക, ഉറുമി എന്നുള്ള ആയുധമാണ്. ഏത് കപ്പലിലാണ്? INS മാഹിയുടെയാണ്. INS മാഹിയുടെ ഔദ്യോഗിക ചിഹ്നത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി INS മാഹി എപ്പോഴാണ് കമ്മീഷൻ ചെയ്യുന്നത്? 2025 നവംബറിലാണ് കമ്മീഷൻ ചെയ്യുന്നത്. മുംബൈ നേവൽ ഡോക്കിൽ വെച്ചായിരിക്കും കമ്മീഷൻ നടക്കുന്നത്. മാത്രമല്ല ഈ ഒരു കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ചു നൽകുന്ന, ഇന്ത്യൻ സേനയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലുകളിലെ 8 കപ്പലുകളുണ്ട്. അതിൽ ആദ്യത്തേതാണ് മാഹി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ മാഹിയുടെ ഈ ഒരു ചിഹ്നത്തിൽ, ഔദ്യോഗിക ചിഹ്നത്തിൽ ഉൾപ്പെട്ട ആയുധം ഏതാണെന്ന് ഓർത്തു വെക്കുക, ഉറുമിയാണ്. ഇനി ഒരു സൈനികാഭ്യാസത്തിന്റെ വേദിയാണ് നമ്മൾ നോക്കുന്നത്. വേദി രാജസ്ഥാനാണ്. സൈനികാഭ്യാസം ഇതാണ്, അജയ വാരിയർ 25. എന്താണ് അജയ വാരിയർ 25 എന്നുള്ള സൈനികാഭ്യാസമാണ്. എവിടെ വെച്ചാണ് നടക്കുന്നത്? അത് രാജസ്ഥാനിൽ വെച്ചാണ് നടക്കുന്നത്. 2025 അജയ വാരിയർ സൈനികാഭ്യാസം നടക്കുന്നത് എവിടെ വെച്ചാണ്? രാജസ്ഥാനിൽ വെച്ചാണ്. ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഒരു സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇന്ത്യയും അതേപോലെ UK-യുമാണ്. എന്താണ് ഇന്ത്യയും അതേപോലെ UK-യുമാണ് ഈ ഒരു സൈനിക അഭ്യാസം അല്ലെങ്കിൽ സൈനിക പരിശീലന അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. വേദി എവിടെയാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക, രാജസ്ഥാനാണ് വേദിയാവുന്നത്. ഉടൻ തന്നെ വരുന്ന LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ LGS റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഫുൾ സിലബസ് കവറേജിലായിട്ട് SCRT NCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രമല്ല PYQസും ഇതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ വോളിയത്തിലായിട്ട് വരുന്ന ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് വളരെ എളുപ്പം പഠിച്ചു തീർക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കുക. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിലോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ ഈസി ആയിട്ട് ഈ ഒരു ബുക്ക് സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അടുത്ത തന്നെ വരാൻ പോകുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ LDC റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 1600 രൂപയാണ്. നിങ്ങൾക്ക് 1500 രൂപയ്ക്ക് ഇപ്പോൾ റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. 3 മൂല്യങ്ങളായിട്ടുള്ള ഈ ഒരു റാങ്ക് ഫയൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു, പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ബോർഡിന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരെന്നാണ്? മല്ലിക ശ്രീനിവാസൻ ആണ് ഈ ഒരു ബോർഡിന്റെ ചെയർപേഴ്സൺ. അപ്പോൾ മല്ലിക ശ്രീനിവാസന്റെ കാലാവധി നീട്ടിയിരിക്കുകയാണ്. 2026 നവംബർ വരെയാണ് കാലാവധി നീട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു. 2025 നവംബറിൽ ഫ്രഞ്ച് സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ഓർഡർ ഓഫ് ദി ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്നുള്ള പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ്? അപ്പോൾ രവി DC ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. DC ബുക്സിന്റെ CEO ആണ് അദ്ദേഹം. അതിനുശേഷം നമ്മൾ നോക്കിയത് വന്യജീവി ആക്രമണം മൂലമുള്ള കൃഷിനാശം അല്ലെങ്കിൽ വിള നശിക്കലിന് എന്താണ് ഇനി മുതൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പരിരക്ഷ ലഭിക്കുന്നത് ഏത് പദ്ധതിയിലൂടെയാണ്? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്നുള്ള പദ്ധതിയിലൂടെയാണ് ലഭിക്കുന്നത്. 2026 ഖാരിഫ് സീസൺ മുതലായിരിക്കും ഈ ഒരു ഇൻഷുറൻസ് ഒക്കെ ലഭ്യമാകുന്നത്. ശേഷം നമ്മൾ നോക്കിയത് സൈബർ തട്ടിപ്പ് കോളുകളിൽ 100% പ്രതികരണ നിരക്ക് കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന പോലീസ് സേന ഏതെന്നാണ്? അപ്പോൾ ഗോവ പോലീസ് സേനയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോളുകൾക്കും എന്താണ് റെസ്പോണ്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റെക്കോർഡാണ് തിരുത്തിയിരിക്കുന്നത്. 100% പ്രതികരണ നിരക്ക് കൈവരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു, ഒരു ഉൽപ്പന്നമായിരുന്നു. ഗുജറാത്തിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നത്തിന് GI ടാഗ് ലഭിച്ചു. 2025 നവംബറിലാണ് GI ടാഗ് ലഭിച്ചത്. ഏതാണ് ഉൽപ്പന്നം? അംബാജി മാർബിൾ എന്നുള്ള ഉൽപ്പന്നമാണ്. ശേഷം നമ്മൾ നോക്കിയത് UN സുരക്ഷാ സമിതി ഗാസ രാജ്യാന്തര സേന നിയോഗിക്കാനുള്ള US പ്രമേയത്തെ അംഗീകാരം നൽകി എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ എന്താണ് UN സുരക്ഷാ സമിതിയാണ് ഈ ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ഗാസയിൽ എന്താണ്
സമാധാനപരമായിട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ട് എന്താ US-ന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആവിഷ്കരിക്കുന്ന പദ്ധതികൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നതിന് അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രമേയമാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. റഷ്യയും അതേപോലെ ചൈനയും ഈ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഈ ഒരു കരട് പാസ്സാക്കുന്ന വോട്ടെടുപ്പിൽ നിന്ന് പിന്മാറി നിൽക്കുകയുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ 100 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഫ്രാൻസുമായി കരാർ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്. ഉക്രൈനാണ് ഈ ഒരു കരാറിൽ ഫ്രാൻസുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണും അതേപോലെ ഉക്രൈന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കിയുമാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. എന്താണ് അഗ്നിപർവ്വതം? സകുറാജിമ. എന്താണ് സകുറാജിമ എന്നുള്ള അഗ്നിപർവ്വതമാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജപ്പാനിലാണ് ഈ ഒരു അഗ്നിപർവ്വതം എന്താണ് സകുറാജിമ സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് അടുത്തിടെ ഗഗൻയാൻ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യത്തിനായിട്ട് ഹ്യൂമൻ റേറ്റഡ് L110 വികാസ് എഞ്ചിൻ ISROയ്ക്ക് നൽകിയ കമ്പനി ഏതെന്നാണ്. ഓർത്തുവെക്കുക, ഗോദ്രേജ് എയറോസ്പേസ് ആണ് ഈ ഒരു എഞ്ചിൻ നൽകിയിരിക്കുന്നത്. ഏത് ദൗത്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ഓർത്തുവെക്കുക, ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്. 2028 കൂടിയിട്ടായിരിക്കും ഗഗൻയാൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് INS മാഹിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ ഉൾപ്പെട്ട ആയുധം ഏതെന്നാണ്. ഉറുമിയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ INS മാഹി കമ്മീഷൻ ചെയ്യുന്നത് 2025 നവംബറിലാണെന്ന് ഓർത്തുവെക്കുക. മുംബൈയിലാണ് കമ്മീഷൻ ചെയ്യുന്നത്. ഇത് നിർമ്മിച്ച് നൽകുന്നത് ഏത് ഷിപ്പ്യാർഡാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നമ്മുടെ സേനയ്ക്ക്, അതായത് ഇന്ത്യയുടെ സേനയ്ക്ക് നിർമ്മിച്ച് നൽകുന്ന അന്തർവാഹിനി പ്രതിരോധ ആക്രമണ പ്രതിരോധ 8 കപ്പലുകളിൽ ആദ്യത്തേതാണ് മാഹി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയാണ്, ഒരു സൈനിക അഭ്യാസത്തിന്റെ വേദിയാണ്. രാജസ്ഥാനാണ് വേദിയായിട്ട് വരുന്നത്. എന്താണ്? അജയ വാരിയർ 25ന്റെ അജയ വാരിയർ 25ന്റെ വേദി എവിടെയാണ്? 2025 ഈ ഒരു അഭ്യാസം നടക്കുന്നത് രാജസ്ഥാനിൽ വെച്ചാണ്. UK-യും അതേപോലെ ഇന്ത്യയും ചേർന്നിട്ടുള്ള ഒരു സൈനിക പരിശീലന അഭ്യാസമാണിത്. എവിടെയാണ് വേദി? രാജസ്ഥാനാണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതെന്നാണ്. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി നേപ്പാൾ. അടുത്ത ചോദ്യം ഇതാണ്: ഹരിത ബസ്സുകൾ മാത്രം ഓടിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമായി മാറുന്നത്. ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി പൂനെ, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി കൊൽക്കത്ത. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2025 നവംബറിൽ യൂണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതയായത് ആരെന്നാണ്. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കീർത്തി സുരേഷ് ആണ്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് ആരെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, എൽദോസ് പോൾ ആണ്. എൽദോസ് പോൾ എന്താണ്? ട്രിപ്പിൾ ജമ്പ് താരമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 2022 അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനാണ് 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.